നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 30 തിങ്കളാഴ്ചയാണ്. ആദ്യം US മാർക്കറ്റിൽ നിന്ന് ആരംഭിക്കാം. വാൾ സ്ട്രീറ്റ് ക്രിസ്മസിന്റെ അവധിക്ക് ശേഷം വെള്ളിയാഴ്ച ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ഡൗ ജോൺസ് 0.36% ഇടിഞ്ഞു, S&P 500 0.7%, നാസ്ഡാക്ക് 0.75% ഇടിഞ്ഞു. US മാർക്കറ്റ് പരിശോധിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായി ഒരു ബുൾ മാർക്കറ്റ് തന്നെയാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ന്യൂ ഇയറിന് മുന്നോടിയായി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് വെള്ളിയാഴ്ച നമ്മൾ കണ്ടത്. അന്ന് ഇടിവുണ്ടാക്കിയ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കിയാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ വലിയ നേട്ടമുണ്ടാക്കിയ ടെസ്ല 5% ഇടിവുണ്ടാക്കി. എൻവിദിയ 2.1% ഇടിഞ്ഞു. ആമസോൺ, മൈക്രോസോഫ്റ്റ് എന്നിവ 1.5% ഇടിവുമുണ്ടാക്കി. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിയാൽ ഇൻഫോസിസ് 0.71% ഇടിഞ്ഞു. വിപ്രോ 1.11% നേട്ടമുണ്ടാക്കി. ഡോക്ടർ റെഡ്ഡി 1.86%, റിലയൻസ് ഇൻഡസ്ട്രീസ് 1.85% ഉയർന്നപ്പോൾ ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്കും HDFC ബാങ്കും ഒരു മ്യൂട്ടഡ് അവസ്ഥയിലാണ് ക്ലോസ് ചെയ്യുന്നത്. മറ്റു വാർത്തകളിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ 2025 വലിയ നേട്ടമുണ്ടാക്കും എന്ന് അനലിസ്റ്റുകൾ പറയുന്നു. ഗോൾഡ് വെള്ളിയാഴ്ച 0.8% ഇടിവുണ്ടാക്കി. 57,080 രൂപയാണ് ഇപ്പോൾ കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ആയി വരുന്നത്. ഓയിൽ പ്രൈസുകൾ വെള്ളിയാഴ്ച 1% നേട്ടവും ഉണ്ടാക്കി. ഇനി ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഓഫർ തീരാൻ ഇനി വെറും 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം ഇനി വെറും 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മൾ ഈ ഗ്രൂപ്പിലാണ് നൽകാറുള്ളത്. ഇനി നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്നത്തെയും ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവർ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഹൈലൈറ്റ് ആയ വാർത്തകളിലേക്കാണ്. 2024 ഏറ്റവും കൂടുതൽ വളർച്ച കൈവരിച്ച അസറ്റ് ക്ലാസുകളിൽ ഒന്നാണ് ബിറ്റ്കോയിൻ. എന്നാൽ 2025 ബിറ്റ്കോയിന്റെ ഈ നേട്ടം തുടരും. ബിറ്റ്കോയിനിൽ ബൂം ഉണ്ടാകും എന്ന് തന്നെയാണ് വിദഗ്ധർ പ്രവചിക്കുന്നത്. ഡിസംബറിൽ ബിറ്റ്കോയിൻ $1 ലക്ഷം കവിഞ്ഞിരുന്നു. ഇപ്പോൾ $96,000 ട്രേഡ് ചെയ്യുന്നത്. അതായത് 125% വർധനവാണ് ബിറ്റ്കോയിൻ 2024 മാത്രം ഉണ്ടായത്. ഇനി മൊത്തം ക്രിപ്റ്റോ കറൻസി വിപണി മൂല്യം $3.3 ട്രില്യൺ എത്തി. 2024 ബിറ്റ്കോയിന്റെ റാലിക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്പോട്ട് ബിറ്റ്കോയിൻ എത്തറിം ETFകൾക്കുള്ള റെഗുലേറ്ററി അംഗീകാരം ലഭിച്ചതും ഡൊണാൾഡ് ട്രംപിന്റെ ക്രിപ്റ്റോ ഫ്രണ്ട്ലി നയങ്ങളെ കുറിച്ചുള്ള ശുഭാപ്തി വിശ്വാസവുമാണ് റാലിക്ക് കാരണമായത്. ഇനി 2025 അനലിസ്റ്റുകൾ പ്രവചിക്കുന്നത് ബിറ്റ്കോയിൻ 1,50,000 മുതൽ 2 ലക്ഷം വരെ എത്തും എന്നാണ്. ക്രിപ്റ്റോ കറൻസികളെ സംബന്ധിച്ച് സുരക്ഷാ അപകടങ്ങളും സൈബർ ആക്രമണങ്ങളും ഒരു ആശങ്കയായി തുടരുന്നു. ഏതായാലും ക്രിപ്റ്റോ കറൻസിയും ബിറ്റ്കോയിനും ഇഷ്ടപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണിത്. മറ്റൊരു വാർത്തയുള്ളത് പ്രധാനമന്ത്രി സൂര്യഘർ സബ്സിഡി വിതരണം ഒക്ടോബർ വരെ 58% ആയിരിക്കുന്നു. ഇതിനോടകം 2 ലക്ഷം അപേക്ഷകളാണ് ലഭിച്ചത്. 4,80,000 ഇൻസ്റ്റലേഷനുകൾ പൂർത്തിയാക്കി. 2,80,000 കുടുംബങ്ങൾക്ക് മാത്രമാണ് സബ്സിഡി വിതരണം ചെയ്തത്. 2024-25 സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തോടെ 1.2 ദശലക്ഷം ഇൻസ്റ്റലേഷനുകൾ കൈവരിക്കുക എന്നതാണ് ലക്ഷ്യം. PM സൂര്യഘറിനെ കുറിച്ച് പഠിക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ശുപാർശകൾ പ്രകാരം സബ്സിഡികൾക്ക് ഊന്നൽ നൽകി പദ്ധതിയെ കൂടുതൽ ജനകീയമാക്കുക, സ്കൂളുകൾ, ആശുപത്രികൾ, ചെറുകിട വ്യവസായങ്ങൾ, കെട്ടിടങ്ങൾ എന്നിവ സബ്സിഡിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തുക എന്നിവയൊക്കെയാണ് ശുപാർശയായി വരുന്നത്. ഏതായാലും സബ്സിഡികളുടെ കാര്യത്തിൽ ഒരു മന്ദഗതിയിലുള്ള വളർച്ച മാത്രമാണ് കാണുന്നത്. അടുത്തതായി പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം ഓല ഇലക്ട്രിക് മൊബിലിറ്റി എന്ന കമ്പനിയെ സംബന്ധിച്ച് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. അൻഷുൽ ഖണ്ഡേൽവാൽ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ സ്ഥാനത്ത് നിന്നും സുവിൽ ചാറ്റർജി ചീഫ് ടെക്നോളജി ആൻഡ് പ്രൊഡക്റ്റ് ഓഫീസർ സ്ഥാനത്ത് നിന്നും രാജിവെച്ചു. ഡിസംബർ 27 മുതൽ പ്രാബല്യത്തിൽ വരും. അടുത്തത് പ്രസ്റ്റീജ് എസ്റ്റേറ്റ് പ്രൊജക്ട്സ് ആണ്. സൗത്ത് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ അതിന്റെ 3 ഹോസ്പിറ്റാലിറ്റി സംരംഭങ്ങളെ 313 കോടി രൂപയ്ക്ക് അതിന്റെ അനുബന്ധ സ്ഥാപനമായ പ്രസ്റ്റീജ് ഹോസ്പിറ്റാലിറ്റി വെഞ്ചേഴ്സിലേക്ക് മാറ്റി. അടുത്തത് ക്യാംസ് എന്ന കമ്പനിയാണ്. ഡിസംബർ 27 മുതൽ കമ്പനിയുടെ ചീഫ് ടെക്നോളജി ഓഫീസർ സ്ഥാനത്ത് നിന്നും പുല്ലക്കുർത്തി ശ്രീനിവാസ റെഡ്ഡി രാജിവെച്ചിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള 2024 ഓഫർ അവസാനിക്കാൻ ഇനി വെറും 3 ദിവസമാണ് ബാക്കിയുള്ളത്. നമ്മുടെ പെയ്ഡ് പ്രീമിയം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ 50% ഡിസ്കൗണ്ടോടുകൂടി ജോയിൻ ചെയ്യാനുള്ള അവസരം ഇനി വെറും 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവരും ഈ ഓഫർ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അടുത്തത് ഹീറോ മോട്ടോകോപ്പ് എന്ന കമ്പനിയാണ്. പുതിയ മോട്ടോർ സൈക്കിളുകൾ വികസിപ്പിക്കുന്നതിനും നിർമ്മിക്കുന്നതിനുമായി ഹാർലി ഡേവിഡ്സൺ മോട്ടോർ കമ്പനിയുമായി
പങ്കാളിത്തം കമ്പനി വിപുലീകരിച്ചു. അടുത്തത് എയർപേസ് ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയാണ്. എയർവോൾട്ടിന് 97.5 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. അടുത്തത് PNC ഇൻഫ്രാടെക് എന്ന കമ്പനിയാണ്. PNC ചിത്രദുർഗ ഹൈവേ അതിന്റെ അനുബന്ധ സ്ഥാപനമായ PNC ഇൻഫ്രാ ഹോൾഡിംഗ്സ് കൈവശം വെച്ചിരിക്കുന്ന ഓഹരിയുടെ 100% കൈമാറ്റത്തിന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് കമ്പനിക്ക് അംഗീകാരം ലഭിച്ചു. അടുത്തത് SJVN എന്ന കമ്പനിയാണ്. കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി സഞ്ജയ് കുമാറിനെ ജനുവരി 1 മുതൽ നിയമിക്കുന്നതായി കമ്പനി പ്രഖ്യാപിച്ചു. മറ്റൊരു കമ്പനി റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. 375 കോടി രൂപയ്ക്ക് ടെക്നോളജി ആസ്ഥാനമാക്കിയുള്ള ഓൺകോളജി കേന്ദ്രീകരിച്ചുള്ള ഹെൽത്ത് കെയർ പ്ലാറ്റ്ഫോമായ കാർക്കിനോസിനെ കമ്പനി ഏറ്റെടുത്തതായി അറിയിച്ചു. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഒന്നും തന്നെയില്ല. ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിൽ FIDA ആക്ടിവിറ്റിയാണ്. FIS 1323 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIS ആവട്ടെ 2545 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. വെള്ളിയാഴ്ചത്തെ FISന്റെ സെല്ലിംഗ് താരതമ്യേന കുറവ് തന്നെയായിരുന്നു. ഏഷ്യ പസഫിക് മാർക്കറ്റുകൾ ഇന്ന് ഓപ്പൺ ചെയ്തത് മിക്സഡ് ആയിട്ടാണുള്ളത്. ചൈനയിൽ നിന്നും പുറത്തു വന്ന പ്രധാനപ്പെട്ട ഒരു ഡാറ്റ ചൈനയുടെ ഇൻഡസ്ട്രിയൽ പ്രോഫിറ്റ്സ് ഡാറ്റ തന്നെയാണ്. തുടർച്ചയായ 4ാമത്തെ മാസവും ഒരു ഇടിവ് തന്നെയാണ് ഡാറ്റയിൽ കാണുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.73% ഇടിവിലാണ്. കോസ്പി മാർക്കറ്റ് 0.76% നേട്ടത്തിലും, തായ്വാൻ മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിൽ 0.06% ഇടിവിലും, സിംഗപ്പൂർ മാർക്കറ്റ് 0.03% നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 23,984 എന്ന നിലയിലാണ്. അതായത് ഒരു 10 പോയിന്റ്സിന്റെ ഒക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് സാധ്യതയുള്ളത്. ഓയിൽ പ്രൈസുകളിലേക്ക്. വെള്ളിയാഴ്ച ഓയിൽ പ്രൈസുകൾ 1% നേട്ടമാണ് ഉണ്ടാക്കിയത്. കഴിഞ്ഞ ആഴ്ച ക്രിസ്മസിനോടൊക്കെ അനുബന്ധിച്ച് ട്രേഡിംഗ് വോളിയം വളരെ കുറവ് തന്നെയായിരുന്നു. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $73.75 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.05% ഇടിവിലാണുള്ളത്. WTI ഉള്ളത് $70.55 പെർ ബാരൽ എന്ന നിലയിൽ 0.10% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. അടുത്തതായി നിഫ്റ്റിയിലേക്ക്. 23,813 63 പോയിന്റ്സ് ഉയർന്നാണ് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് നമ്മൾ വെള്ളിയാഴ്ച കൃത്യമായി പറഞ്ഞതാണ് 23,870 മുതൽ 23,900 വരെയുള്ളത് പ്രധാനപ്പെട്ട ലെവലാവാൻ സാധ്യതയുണ്ടെന്ന്. അത്തരത്തിൽ 23,938 നിന്നും നമുക്ക് വെള്ളിയാഴ്ച റിജക്ഷൻ ലഭിച്ചിരുന്നു. ഏറെ ദിവസമായിട്ട് ഒരു കൺസോൾട്ടേഷൻ സോണിൽ തന്നെയാണ് നിഫ്റ്റി ഉള്ളത്. ആ ഒരു സോൺ ബ്രേക്ക് ചെയ്യാൻ ഇനിയും സാധിച്ചിട്ടില്ല. ആ ഒരു സോണിനുള്ളിൽ തന്നെയാണ് ഇപ്പോഴും ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിഫ്റ്റി ഇപ്പോഴുള്ളത് സ്ലൈറ്റ്ലി പോസിറ്റീവ് മൂഡിൽ തന്നെയാണ്. ഈ കഴിഞ്ഞ ആഴ്ചയ്ക്ക് മുൻപുള്ള ആഴ്ചയിൽ ഒരു ബിയറിഷ് മൊറുബസു ക്യാൻഡിലാണ് നിഫ്റ്റിയിൽ ഫോം ആയിരുന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഒരു ബുള്ളിഷ് ഡോജി ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. അതൊരു പോസിറ്റിവിറ്റി ആയിട്ട് കണക്കാക്കാവുന്നതാണ്. അതായത് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച 0.96% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് അപ്സൈഡിൽ നമ്മൾ ആദ്യം വാച്ച് ചെയ്യേണ്ടത് 23,870 തന്നെയാണ്. അത് ക്ലിയർ ആയിട്ട് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരുപക്ഷെ 24,000-ലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ 23,938 വെള്ളിയാഴ്ചത്തെ ഹൈ ഈ ലെവൽ കൂടിയാണ്. അതിനുശേഷം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ളത് ഡിസംബർ 19 ക്രിയേറ്റ് ചെയ്ത ആ ഒരു ബിയറിഷ് ഗ്യാപ് സോൺ തന്നെയാണ്. ഇനി ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,650 മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും മുഡ് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. ആദ്യം കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 25,000 അതിനുശേഷം 24,500 സ്ട്രൈക്കിലും അതിനുശേഷം 24,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,500 അതിനുശേഷം 22,500 സ്ട്രൈക്കും അതിനുശേഷം 23,800 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,000-ലും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 23,500-ലുമാണ്. അടുത്തതായി ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സെന്റിമെന്റ് മനസ്സിലാക്കാനായി കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 23,800 സ്ട്രൈക്കിൽ 27% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ലോങ് ബിൽഡപ്പാണ്. 7% ഇടിവാണ്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് കോൾ സൈഡിൽ കാണുന്നത്. 23,750 സ്ട്രൈക്കിൽ 83% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെയാണ്. എന്നാൽ 20% ഇടിവാണ് കോൾ സൈഡിൽ കാണുന്നത്, ഒരു ഷോർട്ട് കവറിംഗ് ആണ് അവിടെയുള്ളത്. 23,850 സ്ട്രൈക്കിൽ 204% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, 116% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിലും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തി ആർജിച്ച് നിൽക്കുന്നതെന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 51,311 140 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി വെള്ളിയാഴ്ച ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ ആ ചാനൽ പാറ്റേണിന്റെ ലോവർ എൻഡിൽ സപ്പോർട്ട് എടുത്തതിന് ശേഷം തിരിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്നിരുന്നാലും ഒരു കൺസോൾട്ടേഷൻ ഫേസിൽ തന്നെയാണുള്ളത്. അവിടെ നിന്നൊരു ബ്രേക്ക്ഔട്ട് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ഇനി ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചാനൽ പാറ്റേണിന്റെ ലോവർ എൻഡ് തന്നെയാണ്. അപ് സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചിന്റെ ബ്രേക്ക്ഔട്ടുമാണ്.
അടുത്തതായി കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 54,000 ആണ്. അതിനുശേഷം 52,000 സ്ട്രൈക്കും അതിനുശേഷം 53,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 50,000, അതിനുശേഷം 49,000 സ്ട്രൈക്കും അതിനുശേഷം 51,000 സ്ട്രൈക്കുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 52,000-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 51,000-ഉമാണ്. ഇന്ത്യ വിക്സിലേക്ക് 13.24-ൽ 5.68% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. കൂടാതെ ഇവിടെ ഷെയർ ചെയ്ത വാർത്തകളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, ET Now തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.